ഹായ് ഓൾ, Reen'sTalkലേക്ക് ഇതാ വീണ്ടും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്കൊരു ചോക്കോബാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 3 ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഇത് ചെറുതാണ് കൂടുതൽ നല്ലത്. വലുത് ഇതിനേക്കാട്ട് കുറച്ചുകൂടി വലുതുള്ളതുണ്ട്. അത് വേണമെങ്കിൽ വലുതുള്ളത്. ഇത് 1 ചോക്ലേറ്റും 2 വാനിലയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ചോക്കോബാർ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം തന്നെ ഉണ്ടാക്കുന്നത്. ഇത് ഒരെണ്ണത്തിന് 10 രൂപയുടെയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിൽ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. 1 കപ്പും ഒരു 2 കപ്പ് പാലൊഴിക്കാം. 2 കപ്പാണ് പാലൊഴിച്ചിരിക്കുന്നത്. 2 കപ്പിൻ്റെ ആവശ്യമില്ല, എങ്കിലും നോക്കാമല്ലോ. പിന്നെ ഞാനതിൽ ചേർക്കാൻ പോകുന്നത് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് വേണം നിർബന്ധമൊന്നുമില്ല, വെറും പാലൊഴിച്ചാലും മതി. ഈ ബിസ്ക്കറ്റിൽ എന്തായാലും മധുരം ഉണ്ടാവുമല്ലോ. അപ്പം മിൽക്ക് മെയ്ഡ് ഒഴിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു മണം എന്തായാലും വരും കേട്ടോ ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ. അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ മിൽക്ക് മെയ്ഡ്. ഇതിൽ ബിസ്ക്കറ്റിൽ എന്തായാലും മധുരം ഉണ്ടാവും. മിൽക്ക് മെയ്ഡ് വേണ്ടാത്തവർ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഞാനത് ചേർത്തു എന്ന് മാത്രം. അപ്പോൾ ഇതൊന്നും കൂടെ മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിസ്ക്കറ്റ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായി നമ്മുടെ ചപ്പാത്തിയുടെ പറ്റുന്ന കോലുണ്ടല്ലോ, അതുകൊണ്ട് ഇതുപോലെ ഈ കവർ പൊട്ടാതെ നോക്കണം കേട്ടോ. പെട്ടെന്ന് ഒരു ചോക്കോബാർ വേണമെന്നൊക്കെ പറയുമ്പോൾ ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇത് നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്യാം. കണ്ട, എല്ലാം പൊടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇത് രണ്ടും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 3 ഇതിൻ്റെ കവറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ശരിക്കും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഗ്ലാസ് എടുക്കുക കേട്ടോ. ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇതങ്ങ് ചേർത്ത് വയ്ക്കാം. അതേപോലത്തെ ഈ 3 ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് വയ്ക്കുക. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പാല് ഞാൻ നേരത്തെ മിൽക്ക് മെയ്ഡ് നേരത്തെ ചേർത്ത് വെച്ച പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമത്തേൽ ഒഴിക്കാം. നമുക്ക് പുറത്ത് പോയി കഴിക്കുന്നതിനെക്കാട്ടും നല്ലല്ലേ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണല്ലോ ഏറ്റവും നല്ലത്. ഒരു ഓറിയോ ബിസ്ക്കറ്റും ഇത്തിരി പാലും ഉണ്ടെങ്കിൽ എളുപ്പമായി. ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഇതാ ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ എൻ്റെ കുറച്ച് പാല് ബാക്കി വന്നു. കുഴപ്പമില്ല, ഇവിടെ കിടക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട്
പറഞ്ഞുതരാം ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ചെറിയ പാക്കറ്റ് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇതുപോലെ ഗ്ലാസ്സിൽ വെക്കാൻ പറ്റും. ഈ ഒരു ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വലിയ പാക്കറ്റൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ, വലിയൊരു ഗ്ലാസ് വേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് വേണ്ടുമ്പം ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതിപ്പോൾ ഒന്ന് കവർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഐസ് ക്രിസ്റ്റൽസൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വന്ന് നിൽക്കും. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതൊന്നും വരില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ അങ്ങ് കവർ ചെയ്യും. അതുപോലെ നമുക്ക് മൂന്നാമത്തതും ചെയ്തെടുക്കാം കേട്ടോ. വളരെ പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ പെട്ടെന്ന് തന്നെ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ചോക്കോബാർക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിക്ക് വരുമല്ലോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതാണ് ഞാനിത്. ഇതിന് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ആ ബിസ്ക്കറ്റിൻ്റെ അതിൽ തന്നെ ആവണട്ടോ അത്. അതേപോലെ അടുത്തതിലും ഒരു ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാനപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസർ പറയുമ്പം രാത്രി വെച്ചിട്ട് രാവിലെ ഒരു ഉച്ച ടൈമിൽ കഴിക്കുന്നതാവും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിനുള്ളത് കേട്ടോ. കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ എൻ്റെ അടിപൊളിയായിട്ടുള്ള ഓറിയോ ചോക്കോബാർ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി വെച്ചതാണ്. ഒരു ഉച്ച ടൈമിലാണ് ഞാനത് എടുത്തത്. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ശരിക്കും ആയിട്ടുണ്ട്. ഐസിൻ്റെ ക്രിസ്റ്റൽസ് ഒന്നും ഇതിൻ്റെ മുകളിൽ വന്നിട്ടില്ല, ഈ ഫോയിൽ പേപ്പർ ഇട്ടത് കാരണം. അപ്പോൾ ഇതിനി മെല്ലെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് പെട്ടെന്ന് വിട്ട് വരുന്നില്ലെങ്കിൽ നമുക്കൊരു ഫോർക്കോ സ്പൂണോ വെച്ച് ഒന്ന് തട്ടി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഇളകി വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ പേപ്പർ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. പേപ്പർ ആവശ്യം ഇല്ലായിരിക്കും. അടിപൊളിയായിട്ടുള്ള ചോക്കോബാർ റെഡിയായി. അതും ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ചോക്കോബാറാണ്. അപ്പോൾ ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതാ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട്, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്തു എന്ന് മാത്രം. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് പുറത്തു പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബിസ്ക്കറ്റും കുറച്ച് പാലും ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ്. അപ്പോൾ ഇതാണ്, ഇത് കണ്ടോ, അടിപൊളിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. എന്താ പറയുക, ശരിക്കും നമ്മുടെ ചോക്കോബാർ തിന്ന പോലെ തന്നെയുണ്ട്. മധുരമൊക്കെ സൂപ്പറാണ്. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതെന്ത് തന്നെയാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ എൻ്റെ ചാനൽ എത്തിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.